ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് LGS കാറ്റഗറി നമ്പർ 609/2021 ഇതിൻ്റെ 5ാമത്തെ അഡ്വൈസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കുറച്ച് വേക്കൻസികൾ ആഡായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ വേക്കൻസിക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് അയച്ചു കഴിഞ്ഞാൽ എത്രത്തോളം റാങ്ക് ലിസ്റ്റിലുള്ള എത്രത്തോളം ആൾക്കാർക്ക് അഡ്വൈസ് വരും, അതായത് OCയും BCയും എത്രത്തോളം അഡ്വൈസ് വരും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം കൂടുതൽ നീട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോഴേ ലാസ്റ്റിൽ വന്നത് 123 അഡ്വൈസാണ് വന്നത്. 21 ഫ്രഷും 102 NJD, അങ്ങനെ 123 അഡ്വൈസാണ് ലാസ്റ്റിൽ വന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ടോട്ടൽ ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് 1044 ആണ്. അപ്പോൾ അതിന് നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ 1404 ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയിരിക്കുന്നത്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ മെയിൽ 1099, ഫീമെയിൽ 1091. ബാക്കിയുള്ള കാസ്റ്റിൻ്റെയൊക്കെ നിങ്ങൾ ഈ ചാർട്ട് കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കുക, അതെല്ലാം വായിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ വേക്കൻസി, പുതിയ കുറച്ച് വേക്കൻസി ആഡായിട്ടുണ്ട്. അതായത് 19/7/2024 ഒരു NJD വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അത് കേരള ആർട്ടിസൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലാണ്. പിന്നെ 20/7/2024 ഒരു 73 ഫ്രഷ് വേക്കൻസി KSFയിൽ റിപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ 27/7/2024 ഒരു NJD വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ്. പിന്നെ 30/7/2024 ഒരു NJD വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അത് ബെഫ്കോയിലാണ്. പിന്നെ 30/7/2024 10 ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അതും ബെഫ്കോയിൽ തന്നെയാണ്. അങ്ങനെ ടോട്ടൽ 83 വേക്കൻസി ഫ്രഷും 3 വേക്കൻസി NJD, അങ്ങനെ ടോട്ടൽ 86 വേക്കൻസിയാണ് ഇപ്പോഴും നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ 86 വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയുന്നു, ഇതിനകത്ത് NJDയും അതുപോലെ തന്നെ ഡിലീഷനും ഒക്കെ വരുമ്പോഴത്തേന് മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഏകദേശം ഒരു റേഞ്ചാണ് പറയുന്നത്. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇടുമോ എന്ന് ചോദിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ്. അഡ്വൈസ് വരുമ്പോൾ ഇതിൽ നിന്നും വ്യത്യാസമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെമോ ചാർട്ടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഡെമോ ചാർട്ട് നമ്മൾ ചെയ്യുന്നത് ഓരോ വേക്കൻസിക്ക് വേണ്ടിയിട്ടും നമ്മൾ ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആണ് ചെയ്യുന്നത്. അത് 42 തൊട്ടാണ് പുതിയ അഡ്വൈസ്, അതായത് 6ാമത്തെ അഡ്വൈസ് തുടങ്ങുന്നത്. അത് ഓരോന്നും നമ്മൾ കറക്റ്റായിട്ട് റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് ഏകദേശമൊക്കെ കറക്റ്റ് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് 86 വേക്കൻസിയാണ് ഇപ്പോൾ ആൾറെഡി ഉള്ളത്. നമ്മൾ 100 വേക്കൻസിക്കാണ് 100 റൗണ്ട് ചെയ്തിട്ട് 100 വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത്. DALVയിൽ 16 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ലാസ്റ്റിൽ നിൽക്കുന്ന അഡ്വൈസിൽ DALV നിൽക്കുന്നത് 15 ആണ്, അത് 16 ആവും. HI 35 നിൽക്കുന്നത്, അത് 36 ആവും. HI എപ്പോഴും ആ ലിസ്റ്റിൽ നിന്ന് തീയും. ലാസ്റ്റാണ് 36. പിന്നെ DALDCPയിൽ 25ാമത്തെ ആളിന് അഡ്വൈസ് പോകും. ഓക്കെ, ഈഴവ പില്ലവ തീയ 1175ാമത്തെ റാങ്കുകാരന് വരെ അഡ്വൈസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ EWSൽ ഇപ്പോൾ അഡ്വൈസ് നിൽക്കുന്നത് മെയിൽ 1101, ഫീമെയിൽ 1095. അത് ഇപ്പോഴു് ഒരു 1195 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. SC ഒരു 3533 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 55 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. മുസ്ലിം 2123 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 15 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. OBC 1252 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. വിശ്വകർമ്മ 1193 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. SIUC നാടാർ 2669 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 17 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ധീവര 2630 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഹിന്ദു നാടാർ 3441 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. OC 1195, അതായത് EWSൻ്റെ അതേ ടേണിൽ തന്നെയാണ്. അത് OCയിലാണ് പോകുന്നത്. അതുകൊണ്ട് അത് OC ആയിട്ട് നമുക്ക് കണക്കാക്കാം. അത് നമ്മൾ 100 വേക്കൻസിക്കാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. 86 വേക്കൻസി ആകുമ്പോഴത്തേന് കുറച്ചുകൂടെ കുറവ് സംഭവിക്കും. അപ്പോൾ ഇനി ഞാൻ പറയുന്നു ഇത് കറക്റ്റ് ആവണമെന്നില്ല. NJDയും ഡിലീഷനൊക്കെ വരുമ്പോഴത്തേന് നല്ല വ്യത്യാസം സംഭവിക്കും. ഏകദേശം ഒരു കാൽക്കുലേഷനിലൂടെ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.